ഓ ഗോവൻ ചലച്ചിത്രമേളയിൽ എന്റെ സിനിമ എടുത്തു. ഓടി വരാൻ പറഞ്ഞു. അറിയാൻ പയ്യ എന്താണെന്ന് അറിയാം. നീ അടി തരാനാണോ അവാർഡ് തരാനാണെന്ന് അറിഞ്ഞൂടാ. വരാൻ പറഞ്ഞു. ശരി എങ്കിൽ വിളിക്കാം കേട്ടാ. ചെല്ലേ പ്ലീസ്. ഹായ് ഹായ്. എവിടേക്കാ? ഗോവയ്ക്ക. എന്നാ ഒരെണ്ണം എനിക്ക് കൊടുത്താ. എന്തോന്ന്? ഗോവയ്ക്ക് പോണെന്ന്. ഗോവയ്ക്ക് പോണം. ചലച്ചിത്രമേള എന്റെ സിനിമ എടുത്തിരിക്കുമല്ലോ. ചലച്ചിത്രമേള നിങ്ങളെടുത്താ? പിന്നെ എന്നെ എടുത്തായിരുന്നു. എന്റെ അടുത്ത് പെട്ടെന്ന് കയറി വരാൻ പറഞ്ഞു. സിനിമാക്കാരനാണോ? പിന്നെ കൊള്ളാം. പാരമ്പര്യമായിട്ട് സിനിമ ഫാമിലി അല്ലേ? കണ്ടാ പറയത്തില്ല കേട്ടോ. സത്യം. ഓർമ്മ വെച്ച കാലം മുതലേ പപ്പ പുറത്താ. എവിടെ? വിദേശത്തോ? വിദേശത്തല്ല, വീട്ടിൽ നിന്ന് അടിച്ചിറങ്ങി. സിനിമ എന്ന് പറഞ്ഞ് ഇറങ്ങി അമ്മയ്ക്ക് പറഞ്ഞ് ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. ഏരി കണ്ടുപോലെ പറഞ്ഞു. പിന്നെന്ത് പാരമ്പര്യം? പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അപ്പവും സിനിമാക്കാരനാ. പിന്നെ അപ്പവും ഭയങ്കര സിനിമ. പഴയ സിനിമയിലൊക്കെ അപ്പം ഒരുപാട് ചെയ്തിട്ടുണ്ട്. രാമു കാര്യമായിട്ട് നേടിയിട്ടുണ്ടോ? പിന്നെ കൊഞ്ച് സിനിമയുടെ ഡയറക്ടർ. കൊഞ്ചല്ല, ചെമ്മീൻ. അങ്ങനെ പറയാം. ആ സിനിമയിൽ എന്റെ അപ്പവും വർക്ക് ചെയ്തിട്ടുണ്ട്. ഭയങ്കരമല്ലേ? ചെമ്മീൻ സിനിമ ഇടയ്ക്ക് വെച്ച് നിന്നു. അയ്യോ, രാമു മകൾ കളഞ്ഞിട്ട് പോയി. അപ്പം ഇടപെട്ടയില് അപ്പം ചെന്നപ്പോഴത്തേക്കാ മധു സാറ്, ഭഗവാനെ ഇനിയിപ്പോ എന്തേലും ചെയ്യോടെ എന്ന് പറഞ്ഞ് മധു സാർ ഇരിക്കുകയാണ്. കഷ്ടം. അപ്പുറത്തോട്ട് മാറി ശീലാമ, അയ്യോ ഇനിയിപ്പൊ എന്ത് ചെയ്യും, എല്ലാം പൊളിഞ്ഞല്ലോ. കൊട്ടാരക്കര അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നു. ബസ്സല്ലെന്ന്, കൊട്ടാരക്കര ശ്രീനാഥനാരി എന്തേലും ചെയ്യുമെന്ന് പറഞ്ഞോണ്ടിരിക്കല്ലേ. അപ്പൊ ഇടപെട്ട് അപ്പോ പറഞ്ഞു ഇങ്ങനെ ശരിയാവത്തില്ല, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. അപ്പോ നേരെ രാമോങ്ങളുടെ വീട്ടിൽ ചെന്നു. എന്നിട്ട് ചെന്നപ്പോ എന്തുവാ രാമോങ്കൾ കാലും കയറ്റി ഇരിക്കുക. അപ്പോ പറഞ്ഞു, രാമു കാണിക്കുന്ന വളരെ മോശമാണ്. കാരണം ഇത്രയും കഷ്ടപ്പെട്ട ആൾക്കാരെ നിൽക്കുകയാണ്, നീ ഇങ്ങനെ തമാശ കളിക്കരുത്, നീ കാര്യമായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ രാമോങ്കൾ പറഞ്ഞു, ഇത്ര നാൾ ഞാൻ തമാശയായിരുന്നു, ഇനി കാര്യമായിട്ടാണ്. അങ്ങനെയാണ് രാമു കാര്യമായിട്ടായത്. അങ്ങനെ എടുത്തില്ലേ? പുറം ലോകം അറിയാത്തൊരു കഥയാണ് ഇപ്പൊ താങ്കൾ പറഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞ പഴയ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഓടയിൽ നിന്ന് ഞാൻ വന്നപ്പോ തൊട്ട് അത് അവിടെ നിന്നാണ് സ്മെല്ല് വരുന്നത്. മാറിയിരിക്കുന്നത്. അല്ല, ഓടയിൽ നിന്ന് അങ്ങനെയല്ല, സത്യം മാഷിന്റെ ഓടയിൽ നിന്നുള്ള സിനിമ എടുത്തിട്ടുണ്ട്. അയ്യോ, അതൊക്കെയാണോ സിനിമ? സിനിമ എന്ന് പറഞ്ഞാൽ ന്യൂജൻ സിനിമയാണ്. ബാഹുബലി ബ്രഹ്മാണ്ഡ ചലച്ചിത്രം. ഓ, രാജമൗലി എങ്ങനെ അത് എടുത്തു വെച്ചേക്കുന്ന അമേസിംഗ്. അത് അമേസിംഗ് അല്ല, അടിച്ചു മാറ്റൽസ് ആണ്. അടിച്ചു മാറ്റി തേമാവിൻ കൊമ്പത്തെ സിനിമ ഉണ്ട്. അതേ കഥ എടുത്ത് രാജമൗലി അടിച്ചു മാറ്റി. അതെങ്ങനെ സംഭവം ഞാൻ പറഞ്ഞുതരാം. ആ സിനിമ എന്ന് പറഞ്ഞാൽ എങ്ങനെ, തേമാവിൻ കൊമ്പത്ത് രണ്ട് സഹോദരങ്ങൾ കാട്ടിൽ പോകുന്നു. അവിടെ വെച്ച് ഒരു പെണ്ണിനെ പരിചയപ്പെടുന്നു. ആ പെണ്ണിനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരുന്നു. ഇവിടെ രാജമൗലി എന്താ ചെയ്തു വെച്ചേക്കുന്നത്? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പെണ്ണിന് വേണ്ടി കിടന്ന് ഷാട്ടിങ് ചെയ്യുന്നു. പിന്നെ രാജാവിനാക്കി, അത്രേ ഉള്ളൂ സംഭവം. അപ്പൊ കട്ടപ്പ എവിടെ? കട്ടപ്പ എന്ന് പറഞ്ഞാൽ അത് അപ്പക്കാള. പക്ഷെ ഈച്ചയാണെങ്കിൽ അടിച്ചോളാം. അതല്ലത്, ഈച്ച സിനിമ 100 കോടി ചെലവാക്കിയാണ് ഈച്ച നായകനാക്കി ഒരു സിനിമ എടുത്തു വെച്ചിരിക്കുന്നു. ഓ, കാണണോ അത്? യുവമാര് എന്തിനാ പറയണായിരുന്നോണ്ട് ഇവിടെ ഒരു 100 കോടിയൊക്കെ എന്തിനാ ഈച്ചയ്ക്ക് കൊടുക്കണം? അതിന് വല്ല ചക്കപ്പഴോ പിന്നെ ബിസ്ക്കറ്റിന്റെ പൊടിയോ വല്ലതും കൊടുത്താൽ പോരെ? അതാ തിന്ന് അടങ്ങി ഇരിക്കൂല്ലേ. പിന്നെ എന്തിനാ ഇങ്ങനെ തള്ളി മറിക്കണം നീയൊക്കെ? പക്ഷേ പഴയ സിനിമ എന്ന് പറഞ്ഞാൽ, പഴയ സിനിമ എന്ന് വെച്ചാൽ എന്താ 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 എന്താടാ എന്താ നീ ആട്ടാ സംസാരിക്കണം? എന്റെ പെങ്ങളെ നിനക്ക് കല്യാണം കഴിച്ചു തന്നപ്പോ നീ അവളെ നോക്കാൻ പറ്റില്ലെങ്കിൽ നീ പിന്നെ എന്റെ വീട്ടിൽ കൊണ്ടാക്കണം. നീ എന്തിനാണ് എന്നെ കുട്ടി അടിച്ചത്? പിടിയടാ റെയിൽവേ പോലീസിനെ. ഇതേ വർത്താനോടാ. ഇതെന്തുവാ? ദേഷ്യം കടിച്ചമർത്തിയാണ്. സത്യത്തിൽ നിങ്ങൾ കഞ്ചാവാടേ? ചെറിയ രീതിയിൽ. അങ്ങനെയാണ് ഇൻഡസ്ട്രി കംപ്ലീറ്റ് അറിഞ്ഞത്. ഫിലിം ഇൻഡസ്ട്രിയാ? കോൺക്രീറ്റ് ഇൻഡസ്ട്രി. അയ്യോ, പക്ഷെ കാര്യം എന്തൊക്കെ പറഞ്ഞാലും ന്യൂജൻ സിനിമയാണ്. RDX എന്ന് പറഞ്ഞൊരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ത്രില്ലിംഗ് മൂവി അല്ലേ? ഞാൻ കണ്ടായിരുന്നു. ഈ പറഞ്ഞ സാധനം മൊബൈലിൽ കണ്ടായിരുന്നു. എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഞാൻ നോക്കിയപ്പോൾ കുറെ ഒമനി കിടക്കണ്, രണ്ടൊന്നൊരു മാരുതി കാർ കിടക്കണ്, മിക്സി കിടക്കണ്, ഫ്രിഡ്ജ് കിടക്കണ്. എനിക്കൊന്നും മനസ്സിലായില്ല ഭഗവാനെ. അത് RDX അല്ല, OLX. കണ്ടപ്പോ പിന്നെ പെട്ടെന്ന് സിനിമയെ കുറിച്ച് അറിയാൻ മേത്തൊരു സിനിമാക്കാരൻ നടക്കുന്ന സിനിമയെ കുറിച്ച് അറിഞ്ഞിട്ടൊന്നും പറയരുത്. ഞാൻ ഷാറൂഖ് ഖാന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഷാറൂഖ് ഖാന്റെ സിനിമയിലാ? പിന്നെ ബച്ചോക്കിലി എന്നുള്ള സിനിമയിൽ അഭിനയിക്കാൻ മുംബൈ പോയി. പുറകെ ആരും ഇല്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. ഷാറൂഖ് ഖാനായിട്ട് ഭയങ്കര കമ്പനിയായില്ലേ. പുള്ളി എന്നെ എപ്പോഴും വിളിക്കും. കഴിഞ്ഞ ആഴ്ചയും വിളിച്ചു. ആണോ? എന്നിട്ട് എന്തിനു പറഞ്ഞു? സുകുമാരാ കോയി നാ തടുക്കൻ പിള്ളേരൊക്കെ പഠിക്കാൻ പോയിടാ. ഞാൻ പറഞ്ഞു പോയി. ഞാൻ പറഞ്ഞു മന്നത്ത് എന്തെങ്കിലും വിശേഷം. മൊത്തത്തിൽ സത്യത്തിൽ നിങ്ങൾ ഷാറൂഖ് ഖാനാണ് വിളിച്ചത്? ചെമ്മരിയാടാണ് വിളിച്ചത്? ചെമ്മരിയാട് അല്ല, പിന്നെ ഷാറൂഖ് ഖാനെ തന്നെ വിളിച്ചത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് ഹിന്ദി സിനിമയോട് വലിയ താല്പര്യമില്ലെങ്കിലും ഹിന്ദി സിനിമ പാട്ടുകൾ സൂപ്പർ പാട്ടല്ലേ? അടിപൊളിയല്ലേ? ഏ അജ്നബി തൂ ഭീ കഭി ആവാസ് ദേ കഹീ സേ അവിടെ കൊണ്ട് തൂക്കിട എല്ലാം കൂടെ എന്റെ കൊണ്ട് തൂക്കട വരിയാണ്. ഞാൻ ഇതാണ് പറഞ്ഞത്. പാട്ടുകളെല്ലാം വിഷയമാണ്. ഈ ഇടയ്ക്ക് ഒരു പാട്ട് ഞാൻ കേട്ട്, ഒരർത്ഥവും ഇല്ല. എന്തൊരു വരി എഴുതി ചെയ്യുന്നത്? എന്ത് സംഗീതത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തോണ്ടാണ്. സംഗീതത്തെ അറിയുന്ന പറയല്ലേ മോനെ. എന്താ ഞാൻ മലയാളത്തിൽ ഇത്രയും നല്ല പാട്ടുകൾ സംഗീതമേ
എന്റെ സല്ലാപമേ. അമര സല്ലാപമേ എന്നല്ലേ? അവന്മാരെ സല്ലാപമൊന്നും ഞാൻ പാടൂല, ഞാൻ എന്റേത് മാത്രമേ പാടത്തുള്ളൂ. സംഗീതമേ എന്റെ സല്ലാപമേ. നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോലും താല്പര്യമില്ല. പാപ്പാ മകളെടാ, വെറുതെ ഇതിന്റെ പുറകെ നടന്ന കാലം കളയരുത്. നീ കല്യാണം കഴിച്ചാടാ? ഇല്ല. എടാ, ഒരു കല്യാണം കഴിച്ച് ജീവിക്കടാ ഒരു പെണ്ണെ കെട്ടിയിട്ട്. എന്റെ കല്യാണം ഒന്നും നടക്കത്തില്ല. അത് ഞാനൊരു പെണ്ണിനെ പ്രേമിച്ച് ആ പെണ്ണിനുള്ള സ്നേഹം കാരണം അവളുടെ അമ്മയ്ക്ക് ഞാൻ എന്റെ കിഡ്നി ദാനം ചെയ്തു. പാവം. പക്ഷെ കിഡ്നി കിട്ടിയതും അവൾ എന്നെ തേച്ചിട്ടെങ്ങ് പോയി. അത് ഇനി ഞാനൊരു കല്യാണം കഴിച്ച വരുന്ന പെണ്ണിനെ ഈ പാട് ഞാൻ എന്തോന്ന് പറയും? ഈ പാട് എടാ, അതിന് കുഴപ്പമില്ല. അപ്പുറം ഇപ്പുറം രണ്ടോന്ന് വരച്ചിട്ടേ മയിൽപീലിയെ ടാറ്റു ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. താത്തിട്ട് ഗോവ എത്തിയിട്ട് പൊക്കാം. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? പിന്നെ അല്ലാതെ. പക്ഷെ എനിക്ക് മലയാള സിനിമയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. മലയാള സിനിമയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. മലയാള സിനിമയ്ക്ക് നമ്മളെ വേണ്ട, അതുകൊണ്ടല്ലേ ഗോവൻ ഫിലിം ഇൻഡസ്ട്രി നമ്മളെ വിളിച്ചത്. അതെ, നമുക്ക് ഗോവയ്ക്ക് പോവാം. പിന്നെ അല്ലാതെ. ട്രെയിനിലൊക്കെ കയറി അടിച്ചുപൊളി പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് കലക്കളാട്ടാ. അതിനുള്ള ഫോൾക്ക് സോങ് എന്റെ ഉണ്ട്. ഫോൾക്കാ? നാടൻ പാട്ട്. അത് ഫോക്ക് സോങ്. ഫോക്ക് സോങ് അതിൽ എന്റെ ഉണ്ട്. കിടക്കൊരു പാട്ടുണ്ട്. പാലോ പാലോ നല്ല നടപ്പാലം. നിന്റെ അപ്പന്റെ കയ്യോ പിടിച്ച് നടക്കണ നേരം. അങ്ങനെ പറയാനാണ് ഞാൻ വന്നത്. അങ്ങനെ പറയാനാണ് വന്നത്. അതേത് ട്രെയിൻ പോയത്? അയ്യോ, നമ്മൾ ഗോവയ്ക്ക് പോകേണ്ട ട്രെയിൻ താണ്ടെ പോയി. അപ്പൊ ഗോവ ഫിലിം ഫെസ്റ്റിവൽ ഗോവിന്ദ. എന്തൊക്കെ പറഞ്ഞാലും ഗോവയെന്ന് പറഞ്ഞുണ്ടല്ലേ, ഗോവയെന്ന് പറഞ്ഞാൽ എന്താ 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 എന്താടാ 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 എന്താ സംസാരം? ഗോ. വാ.